എല്ലാവർക്കും രുചിനേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു കുഞ്ഞ് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ഇത്ര ഇഞ്ചി വേണം, അതുപോലെ തന്നെ കുഞ്ഞ് ശർക്കര, ഒരു പകുതി സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത്, പിന്നെ വേണ്ടത് 1.5 സ്പൂൺ വെളിച്ചെണ്ണ, വറുത്ത മല്ലി, വറുത്ത മുളക്, അതുപോലെ തന്നെ ഇത്രയും പുളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഉപ്പ്, കടുക്, കറിവേപ്പില. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കുഞ്ഞ് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ 1.5 സ്പൂൺ വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു കുഞ്ഞ് സ്പൂൺ കടുക്, ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി, അത് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പെട്ടെന്ന് സവാള വഴണ്ട് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്ന സമയത്ത് ആ എണ്ണയിൽ തന്നെ സവാള അരിഞ്ഞതെല്ലാം ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് വഴണ്ട് വരാൻ സഹായിക്കും. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഞ്ചി എടുത്തിരിക്കണം, അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ അരച്ചെടുത്ത ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ഇഞ്ചി അരച്ചെടുക്കാൻ. എന്നിട്ട് അതിന് നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൈവിടാതെ തന്നെ വഴറ്റണം, കാരണം അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വഴറ്റുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കുന്ന, വീട്ടിൽ തന്നെയുള്ള ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ്. വേറെ ഒന്നും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതോ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ. അതേ പുളിയിൽ തന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആ പുളിയുടെ എല്ലാ സത്തും നമുക്ക് ഈ ഒരു ഇഞ്ചിക്കറിയിലേക്ക് കിട്ടും. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഇഞ്ചിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് കുറുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ വറുത്ത മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 1.5 സ്പൂണാണ്. എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം, എരിവിനനുസരിച്ച്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വറുത്ത ഉപ്പിട്ട് കൊടുക്കാം. അച്ചാർ കേട് വരാതിരിക്കാൻ നമുക്ക് വറുത്ത ഉപ്പ് ആഡ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഉപ്പല്ല, മല്ലിപ്പൊടി ഇട്ട് ആദ്യം ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള വഴറ്റണ സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിനനുസരിച്ച് വേണം നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ. അതൊന്ന് നോക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുറുകണം. നന്നായിട്ട് കുറുകാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഇളക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ട്. കണ്ടോ, അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരേനെ എടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാവാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഇഞ്ചിയുടെ ചുവ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്യണത്. വടക്കോട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പുളിയും അതുപോലെ തന്നെ ശർക്കരയും നന്നായിട്ട് കൂട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ ഇഞ്ചിക്കറിക്ക് ഒരു കറുത്ത കളറായിരിക്കും. അതിന് പുളി ഇഞ്ചി എന്നാണ് പറയണത്. ഇത് ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റൈലുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിക്കറി കേട്ടോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഇഞ്ചിക്കറി എന്ന്. നന്നായി തിളയ്ക്കണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിക്കണമെന്ന് വറ്റിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.